Hello guys, welcome back. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേരള ലഞ്ച് മെനുവിൻ്റെ ദിവസമാണ്. ഇന്ന് 56ാമത്തെ മെനുവാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇന്നത്തെ മെനുവിൽ 2 റെസിപ്പീസാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് ഒരു നാടൻ ചുവന്ന ചീര കൊണ്ടുള്ള പുളിശ്ശേരി, പിന്നെ കുറച്ച് മോഡേണും യുണീക്കുമായ മഷ്റൂമും ബേബിക്കോണും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പെപ്പർ ഫ്രൈ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനായിട്ട് ചെറിയതായിട്ട് അരിഞ്ഞ ചീര ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ചീര വേകാനുള്ള വെള്ളം കൂടി ഒഴിച്ചു വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ചീര വേവുന്ന വരെ ഇത് കുക്ക് ചെയ്യാം. അതൊരു 4-5 മിനിറ്റ് എടുക്കുമായിരിക്കും. ചീര വെന്തതിന് ശേഷം അതിലേക്ക് തേങ്ങ, ജീരകം, പച്ചമുളക് അരച്ചത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് ചെറുതായിട്ട് തിളയ്ക്കുന്ന വരെ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് അത് തിളച്ച് വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈരോ മോരോ, തൈരാണെങ്കിൽ ഒന്ന് അടിച്ചിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തൈരൊന്ന് ചൂടാവുന്ന വരെ അടുപ്പത്ത് വയ്ക്കാം. തൈരൊക്കെ ചൂടായി വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കടുകും ഉലുവയും മുളകും കരിവേപ്പിലയും കൂടെ വറുത്തിടാം. അപ്പം നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഈ ബേബിക്കോൺ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് അതിനെ ഒന്ന് തിളപ്പിച്ച് അതൊന്ന് വെള്ളം കളഞ്ഞെടുക്കാം. കുരുമുളകും ജീരകവും നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് ജീരകവും കരിവേപ്പിലയും ഉള്ളിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതും വഴറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അടുത്തതായിട്ട് കുരുമുളകും ജീരകവും വറുത്ത് പൊടിച്ചത് ചേർക്കുക, അതും ഒന്ന് മിക്സ് ചെയ്യുക. ഗരം മസാലപ്പൊടി ചേർക്കുക, അതും മിക്സ് ചെയ്യുക. ഇതൊക്കെ ഒന്ന് മിക്സായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ബേബിക്കോണും മഷ്റൂമും കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഈ മസാല ഈ കഷ്ണത്തിൽ പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സായി വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് മഷ്റൂമൊക്കെ നന്നായി കുക്കായി വെള്ളം വാർന്ന് വരുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് മഷ്റൂം കുക്കാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മഷ്റൂം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 3/4 ഭാഗം കുക്കാവുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ക്യാപ്സിക്കം ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി. അപ്പോൾ ഈ മീൽ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.